ഹലോ ഡിയേഴ്സ്, ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇവിടെ ഗുജറാത്തിൽ തന്നെയുള്ള ഒരു ജെയിൻ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജെയിൻ ടെമ്പിൾ കാണുന്നതിലും കൂടുതലായിട്ട് അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ആ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ അമ്പലമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ വിട്ടത് അവിടുത്തെ ഭക്ഷണശാലയിലേക്കാണ്. ആസ് യൂഷ്വൽ അവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് ഭയങ്കര വെറൈറ്റി ആയിരുന്നു. ഈ ജെയിൻ എന്ന് പറയുന്നത് ഒരു റിലീജിയനാണ് കേട്ടോ. അപ്പം ആ ഒരു ജെയിനിസത്തിൻ്റെ ഫുഡ് എന്ന് പറയുന്നത് ഭയങ്കര വെറൈറ്റിയാണ്. അതായത് അവർ ഈ ജീവജാലങ്ങളെ ഉപദ്രവിക്കാത്ത രീതിയിലാണ് ഫുഡ് ഉണ്ടാക്കുകയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതായത് നോൺ വെജ് ഐറ്റംസ് അവർ കഴിക്കില്ല. അതേപോലെ തന്നെ മണ്ണിനടിയിൽ കിട്ടുന്ന ഐറ്റംസ് ഇല്ല, അതായത് പൊട്ടറ്റോ, ക്യാരറ്റ്, ഉള്ളി, വെളുത്തുള്ളി, ഇങ്ങനെ ബീട്രൂട്ട്, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാണ്ടാണ് അവർ ഫുഡ് കുക്ക് ചെയ്യുക. അപ്പം നമ്മൾ നേരെ പോയിട്ട് എന്താ പറയുക, ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പറശ്ശിനിക്കടവ് അമ്പലത്തിലൊക്കെ പോയിരുന്ന് കഴിക്കുന്ന ഒരു ഫീലായിരുന്നു അവിടെ പോയിരുന്നത്. അപ്പം നല്ല വൃത്തിയായിരുന്നു കേട്ടോ. ഗുജറാത്തിൽ സാധാരണ റെസ്റ്റോറൻറ്റ്സിലൊന്നും ഇത്ര വൃത്തി കാണാറില്ല, പക്ഷേ ഇത് അമ്പലം ആയതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല വൃത്തിയായിരുന്നു. അതേപോലെ ഫുഡായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എന്താ പറയുക, റൈസ് ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ ദാല്, പിന്നെ എന്തൊക്കെയോ കറികൾ നമുക്ക് തന്നെ അറിയില്ല, പിന്നെ ബൂന്തി ഉണ്ടായിരുന്നു, പിന്നെ എന്തൊക്കെയോ എണ്ണയിൽ വറുത്ത് കോരി സംഭവങ്ങൾ, പിന്നെ ചോറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ചോറുണ്ടല്ലോ അവർ കുറച്ചേ ഇടുള്ളൂ കേട്ടോ, കൂടുതൽ പൂരിയാണ് ഇടുക, പിന്നെ അൺലിമിറ്റഡ് ഫുഡുമാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോറ് ഇങ്ങനെ ചോദിച്ച് വാങ്ങി കഴിക്കായിരുന്നു. നമ്മൾ മലയാളീസ് ആണല്ലോ, നമുക്ക് പിന്നെ ചോറില്ലാണ്ട് നടക്കൂലല്ലോ അല്ലേ കാര്യം. പിന്നെ അവരും വിചാരിക്കുന്നുണ്ടാവും ഇവരിതിപ്പോൾ എവിടുന്നാണാവോ വന്നത് ഇത്രയും ചോറ് കഴിക്കുന്ന ടീംസ് എന്ന്. നമ്മൾ മലയാളികളാണെന്ന് അവർക്കറിയില്ലല്ലോ. എന്തായാലും അവരുടെ ഫുഡൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്തു കേട്ടോ. പിന്നെ പച്ചമുളകൊക്കെ ഉണ്ടായിരുന്നു, അതായത് ഉപ്പൊക്കെ നിറച്ചിട്ട് എണ്ണയിൽ പൊരിച്ചെടുത്ത ഒരു പച്ചമുളകായിരുന്നു. അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്തായാലും ഒരു വെറൈറ്റി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. കാരണം ഉള്ളിയും വെളുത്തുള്ളിയൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കുന്ന ഫുഡല്ലേ, ഒരു വെറൈറ്റി ആയിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡും അവർ പിന്നെയും സെർവ് ചെയ്യുന്നുണ്ടായിരുന്നേ. അവർ സെർവ് ചെയ്ത ഐറ്റംസിൽ ഒരു സാധനം മാത്രം എനിക്ക് കഴിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ പരിപ്പിൻ്റെ കറിയാണ്. കാരണം കുറേ പഞ്ചസാരയൊക്കെ വരക്കോരിട്ട് നല്ല മധുരമുള്ള ഒരു കറിയായിരുന്നു. എങ്ങനെയാണ് കഴിക്കുക?